ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ നിന്നാണ്. കൊലോസ്യർ 4:6. ഓരോരുത്തരോടും നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ സംസാരം എപ്പോഴും കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുന്നതും ആയിരിക്കട്ടെ. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്ന അനേക സഹോദരങ്ങളുടെ സംസാരങ്ങൾ ശ്രോതാക്കളെ കർത്താവിലേക്ക് ആകർഷിക്കുന്നവയോ തങ്ങൾ ദൈവകൃപയിൽ ജീവിക്കുന്നവരാണെന്ന് മറ്റുള്ളവരെ ബോധ്യം വരുത്തുന്നതോ അല്ല. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ സഭയിലെ വിശ്വാസികളോട് നിങ്ങളുടെ വാക്കുകൾ എപ്പോഴും കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുന്നതും ആയിരിക്കണമെന്ന് ഉദ്ബോധിപ്പിക്കുന്നു. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്യുന്നത് ഉപ്പിൻ്റെ ഗുണഗണങ്ങളെ കണക്കിലെടുത്താണ്. അവയിൽ പ്രധാനമായിട്ടുള്ളത് അത് ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് രുചി വരുത്തുന്നു എന്നതാണ്. എന്നാൽ വ്യത്യസ്തങ്ങളായ വിഭവങ്ങൾ പാകം ചെയ്യുമ്പോൾ ഉപ്പ് ഒരേ അളവിലല്ല ചേർക്കപ്പെടുന്നത്. പ്രത്യുത ഓരോന്നിൻ്റെയും സ്വാദ് വർദ്ധിപ്പിക്കുവാൻ ആവശ്യമായ അളവിൽ ഉപ്പ് ചേർക്കപ്പെടുന്നു. ദൈവകൃപയിൽ ജീവിക്കുന്ന ഓരോ ദൈവ പൈതലിൻ്റെ സംസാരം ഓരോരുത്തരുടെയും സ്വഭാവമനുസരിച്ചും ആവശ്യാനുസരണം ദൈവത്തിൻ്റെ ആശ്വാസവും പ്രത്യാശയും സമാധാനവും സന്തോഷവും നൽകി രുചി വരുത്തുന്നതും ആയിരിക്കണം. ദൈവത്തെ രുചിച്ചറിയുന്ന പല സഹോദരങ്ങളെ മാറ്റങ്ങൾ സമൂഹത്തിന് മനസ്സിലാക്കുവാൻ കഴിയാത്തത് അവരുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന പഴയ മനുഷ്യൻ്റെ ഭാഷ നിമിത്തമാണ്. ആ രീതിയിലുള്ള കൃപയോടുകൂടിയ സംസാരങ്ങൾക്ക് മാത്രമേ വ്യക്തികളെ കർത്താവിലേക്ക് ആകർഷിക്കുവാൻ കഴിയുകയുള്ളൂ. കുടുംബജീവിതത്തിലും ആത്മീയ ജീവിതത്തിലുമെല്ലാം അനേകർക്ക് തങ്ങൾ പ്രാപിച്ച കൃപ നഷ്ടപ്പെടുവാനുള്ള കാരണങ്ങളുടെ തുടക്കം വായിൽ നിന്ന് പുറപ്പെടുന്ന കൃപയില്ലാത്ത വാക്കുകളാണ്. കോപത്തിലും ക്രോധത്തിലും കൃപയില്ലാതെ ഉച്ചരിക്കുന്ന വാക്കുകൾ ഓരോന്നും തിരിച്ചെടുക്കുവാൻ കഴിയാതെ നാം പ്രാപിച്ച പരിശുദ്ധാത്മാവിൻ ശക്തിയെ ചോർത്തിക്കളയും. കർത്താവിൻ്റെ തിരുജനനം കൊണ്ടാടുന്ന ഈ ദിവസങ്ങളിൽ നമ്മുടെ കുടുംബജീവിതത്തിലും ആത്മീയ ശുശ്രൂഷകളിലുമൊക്കെ നമ്മിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും ക്രിസ്തുവിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്നുവെന്ന് ചിന്തിക്കുവാൻ നമുക്ക് കഴിയണം. അവ അങ്ങനെ മാറ്റുന്നവയാണെങ്കിൽ അല്ലെങ്കിൽ കർത്താവിൽ നിന്ന് അകറ്റുന്നവയാണെങ്കിൽ അവ തിരുത്തിക്കൊണ്ട് നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കൃപയോടുകൂടിയ ഉപ്പിനാൽ രുചി വരുത്തുന്നത് ആയിരിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ.